കല്യാണ പല്ലക്ക്. ഉഷയുടെ വീട്ടിൽ നിന്നും ഏകദേശം അരമണിക്കൂറോളം ദൂരം മാത്രമേ ഉള്ളൂ ദിവാകര പണിക്കരുടെ വീട്ടിലേക്ക്. വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് പണിക്കരുടെ വീടിനടുത്തുള്ള സ്റ്റോപ്പിലേക്ക് ബസ് ഇറങ്ങി വെയിലിനെ വകവയ്ക്കാതെ സാരിത്തുമ്പെടുത്ത് തലയിലൂടെ ഇട്ടുകൊണ്ട് മുഖത്തു പറ്റിപ്പിടിച്ച വിയർപ്പുകണങ്ങൾ അമർത്തി തുടച്ച് മുന്നോട്ട് നടക്കുകയാണ് ഉഷ. അവരുടെ ഹൃദയം കാരണമില്ലാതെ മിടിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ രാവിലെ വീട്ടിലിറങ്ങേറിയ സംഭവങ്ങളുടെ അവശേഷിപ്പ് മനസ്സിലെപ്പോഴും ബാക്കി കിടക്കുന്നതുകൊണ്ടാകും അതെന്ന് അവർ ഊഹിച്ചു. അവർക്ക് മുമ്പേ രണ്ടു മൂന്ന് പേർ കണിയാനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കിടന്ന ബെഞ്ചിലേക്ക് ഉഷയിരുന്നു. കണ്ടവർ ഓരോരുത്തരായി ഇറങ്ങി മാറിയതും അവസാനം ഉഷയുടെ അവസരം വന്നെത്തി. കണിയാനെ കണ്ട മാത്രമേ തന്നെ ഒന്ന് കൈതൊഴുതുകൊണ്ട് അയാൾക്ക് മുമ്പിലിരുന്ന രാശിപ്പലകയുടെ എതിർവശത്തേക്ക് ഉഷയിരുന്നു. ആഹാ, ഉഷേ, കുറച്ചായല്ലോ കണ്ടിട്ട്. എന്താണിപ്പോ പ്രത്യേകിച്ച്? മുൻപ് ഇടയ്ക്ക് രമ്യയ്ക്ക് ഒന്ന് രണ്ട് ആലോചന വന്നപ്പോ അതിലൊക്കെ പൊരുത്തം നോക്കാൻ വേണ്ടി ഉഷ കണിയാന്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയമുണ്ട് അവരിരുവരും തമ്മിൽ. പണിക്കരെ, രാഹുലിനൊരു വിവാഹമൊത്ത് വന്നിട്ടുണ്ട്. ആഹാ, അവന് ജോലിയൊക്കെ ആയോ? ഏയ്, ജോലിയൊന്നും ആയില്ല. പിന്നെ ഉഷ അവന്റെ ജീവിതത്തിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും അവർക്കറിയാവുന്നതുപോലെ പണിക്കരോട് പറഞ്ഞു കൊടുത്തു. പറയുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. ഉഷ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനൊന്ന് പ്രശ്നം വെച്ച് നോക്കട്ടെ. രാശിപ്പലകയിൽ കവടി നിർത്തി പണിക്കർ അല്പനേരം ആലോചനയോടെ ഇരുന്നു. ഉഷേ, പെൺകുട്ടിയുടെ നാൾ അശ്വതിയാണെന്നല്ലേ പറഞ്ഞത്? അതേ പണിക്കരെ, മകന്റെ നാള് രോഹിണി. നാളുകൾ തമ്മിൽ ചേർച്ചക്കുറവൊന്നുമില്ല. അത് കേട്ടപ്പോ തന്നെ ഉഷയ്ക്ക് പാതി ആശ്വാസമായി. പിന്നെ ഇരുവരുടെയും വിവാഹം നടക്കാനിടയായ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആദ്യം രണ്ടുപേരും തമ്മിൽ തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്പ അകൽച്ചയും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പതിയെ അവരൊന്നിക്കും. പിന്നെ രാഹുലിന്റെ ജീവിതം, വരാൻ പോകുന്ന ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറി മറിയും. ഉഷ ഒന്നുകൊണ്ടും മകനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ പെൺകുട്ടി നിങ്ങളുടെ മകന്റെ ജീവിതത്തിലേക്ക് ഈശ്വരനായി കരുതി വെച്ച ഒരു നിധിയാണെന്ന് കരുതിയാൽ മതി. അവൾക്ക് നല്ല സമയം തെളിയാനിരിക്കുന്നതേ ഉള്ളൂ. മരുമകൾക്ക് ഗവൺമെന്റ് ജോലി ശരിയാകുമെന്നാണ് രാശിപ്പലകയിൽ തെളിയുന്നത്. നന്നായി ഉത്സാഹിച്ച് പഠിച്ചോളാൻ പറയൂ ആ കുട്ടിയോട്. നിങ്ങളിപ്പോ ടെൻഷൻ അടിക്കുന്നത് പോലെ യാതൊരു പ്രശ്നങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ചെറിയ ചില സങ്കടങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ താണ്ടി അവർ രണ്ടാളും വിജയിച്ചു മുന്നേറും. പണിക്കരുടെ നാവിൽ നിന്ന് വീണ് കേട്ട വാക്കുകൾ ഉഷയിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു. പണിക്കരെ, അവർ രണ്ടുപേരും തമ്മിൽ താലി കെട്ടിയിട്ടൊന്നുമില്ല. നിയമപരമായി രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടേ ഉള്ളൂ. ഞാനിപ്പോ വന്നത് ഒരു മുഹൂർത്തം കുറിപ്പിക്കാൻ വേണ്ടിയാ. പറ്റുമെങ്കിൽ ഏറ്റവും അടുത്ത അനുയോജ്യമായ ഒരു മുഹൂർത്തം കുറിച്ച് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നെന്ന് നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞ്. ഞാനൊന്ന് നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് പണിക്കർ വീണ്ടും കവടി നിർത്തി. ഉഷേ, ഈ വരുന്ന ശനിയാഴ്ച 10:15 മുഹൂർത്തമുണ്ട്. അത്യുത്തമമാണ്. ആ മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കാനിരുന്ന സ്ത്രീയും പുരുഷനും വരാനിരിക്കുന്ന 7 ജന്മങ്ങളിലും ഒന്നായിത്തീരും. ഉഷ എന്തു പറയുന്നു? ആ മുഹൂർത്തം മതിയോ? അതോ മറ്റൊന്ന് നോക്കണോ? വേണ്ട പണിക്കരെ, അത് മതി, അത് തന്നെ നോക്കാം. പണിക്കർ മുഹൂർത്തം ഒരു വെള്ള പേപ്പറിലേക്ക് കുറിച്ചെടുത്തുകൊണ്ട് ഉഷയ്ക്ക് നേർക്ക് നീട്ടി. അത് കൈനീട്ടി വാങ്ങുമ്പോൾ പണിക്കർ പറഞ്ഞതൊക്കെ സത്യമാവണേ എന്ന് അവർ ഒരു നിമിഷം ഭഗവാനോട് പ്രാർത്ഥിച്ചു. ശേഷം ദക്ഷിണ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ടെൻഷനോ വെപ്രാളമോ ഒന്നും തന്നെ ഉഷയ്ക്ക് ഇപ്പോഴില്ല. തെളിഞ്ഞ മനസ്സോടെയാണവർ വീട്ടിലേക്ക് വന്ന് കയറിയത്. എല്ലാം ശരിയാകുമെന്ന് അവരുടെ മനം മന്ത്രിച്ചു. രമ്യയാണെങ്കിൽ അമ്മ വരുന്നതും കാത്തിരിക്കുവാണ്. വെയിലത്ത് നടന്നു വന്നതിന്റെ ക്ഷീണം പോലും മറന്ന് അവർ ഓടിച്ചെന്ന് രമ്യയെ കെട്ടിപ്പിടിച്ചു. എന്താ അമ്മേ, അമ്മ നല്ല സന്തോഷത്തിലാണല്ലോ. പണിക്കർ പ്രശ്നം വെച്ച് നോക്കിയിട്ട് എന്തു പറഞ്ഞു? അത് മോളെ, പണിക്കർ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. രാഹുലും ഗംഗയും എന്തുകൊണ്ടും ചേരേണ്ടവരാണെന്നാ പണിക്കർ പറഞ്ഞത്. ഉഷയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം അതേപടി മകളെ പറഞ്ഞ് കേൾപ്പിച്ചു. നമ്മളൊക്കെ കരുതും പോലെ അങ്ങോളം അവരിരുവരും ഇങ്ങനെ വഴക്കുണ്ടാക്കി ജീവിക്കില്ല. ഉടനെ തന്നെ അവരിരുവരും പരസ്പരം സ്നേഹത്തിലാകും. പിന്നെ ഗംഗയ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടുമെന്നും പണിക്കർ പറഞ്ഞു. അങ്ങനെ തുടങ്ങി പണിക്കർ പറഞ്ഞ കാര്യങ്ങളൊന്നൊന്നായി ഉഷ രമ്യയോട് എടുത്തെടുത്ത് പറഞ്ഞു. ഭാഗ്യം, ഇപ്പോഴമ്മ എനിക്കൊരു സമാധാനമായത്. അമ്മ ഈ വീട്ടിൽ നിന്ന് പോയപ്പോൾ മുതൽ ഞാനും വെപ്രാളം പിടിച്ചിരിക്കുമായിരുന്നു. അടുക്കളപ്പുറത്തിരുന്ന് ആഹാരം കഴിക്കുമായിരുന്ന സുശീലയുടെ അടുത്തേക്ക് ചെന്ന്
ഉഷ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അല്ലെങ്കിലും അവളൊരു മിടുക്കി കുട്ടിയാ ഉഷേ. പെട്ടെന്ന് സുശീല പ്ലേറ്റ് തിരിച്ചതും രമ്യ പൊട്ടി വന്ന് ചിരി അവർ കേൾക്കാതിരിക്കാനായി വാപൊത്തിക്കളഞ്ഞു. ഉഷ കണ്ണുകൂർപ്പിച്ചുകൊണ്ട് രമ്യയെ നോക്കിയത്. അവൾ ഒന്നും മിണ്ടാതെ നേരെ മുറിയിലേക്ക് കയറിപ്പോയി. വീണ്ടും തന്റെ തയ്യൽ തുടർന്നു. ഉഷ വന്ന് കയറിയ പാടെ വസ്ത്രങ്ങളെല്ലാം മാറി. രാവിലെ കിണറ്റിൻകരയിൽ അലക്കാനായി കുതിർത്തു വെച്ച തുണിക്കടുത്തേക്ക് നടന്നു. പിന്നെ അത് സുശീലയും അവിടെ ചെന്ന് ഒരു കല്ലിലേക്കിരുന്നു. ഉഷേ, പണിക്കർ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഗംഗയോട് നീ മനസ്സിൽ ദേഷ്യമൊന്നും കാണിക്കണ്ടാട്ടോ. നമ്മുടെ ചെറുക്കന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയ മഹാലക്ഷ്മിയാണെന്നല്ലേ പണിക്കർ പറഞ്ഞത്. ഇനി നമ്മളായിട്ട് അതിനെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചെന്നു വേണ്ട. ഏതൊക്കെ വഴി കൂടിയാ ഭാഗ്യം വരുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. എന്റെ പൊന്നി ചേച്ചി, അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാതൊരു പരിഭവവും പിണക്കോ ഇല്ല. പിന്നെ എന്റെ കണ്ണു മുമ്പിൽ വെച്ച് എന്റെ ചെറുക്കനെ കള്ളനെന്ന് വിളിച്ചപ്പോ അത് നേരാ എന്ന് കരുതി അവൻ അവളെ പിടിച്ച് അടിക്കൂന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികളുടെ ദേഹത്തു കൈവച്ചുകൊണ്ടുള്ള ആണത്തത്തിനെതിരെയാണ് ഞാനും. പണ്ടും ഇപ്പോഴും ഞാൻ എൻ്റെ മോൻ അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചിലപ്പോൾ അവനൊരു അബദ്ധം പറ്റിയതായിരിക്കും. ആ പോട്ടെ, അവനായിട്ട് തന്നെ ഇനി ആ തെറ്റ് തിരുത്തട്ടെ. ഉഷ ഒരു നെടുവീർപ്പോടെ അതും പറഞ്ഞുകൊണ്ട് തുണി അലക്കുന്നത് തുടർന്നു. സുശീല അവരുലക്കി അലക്കി വെച്ച തുണികൾ ഓരോന്ന് ഊരിപ്പിഴിഞ്ഞ് അഴയിലേക്ക് വിരിച്ചു. അതേസമയം രാഹുൽ അവന്റെ ഉറ്റ ചങ്ങാതി സുമേഷിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. രാഹുലിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ടെങ്കിലും സുമേഷ് മാത്രമാണ് അവന്റെ ഉറ്റ തോഴൻ. രാവിലെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളെല്ലാം സുമേഷിനോട് പറഞ്ഞു കേൾപ്പിക്കുകയാണ് രാഹുൽ. സുമേഷിന് ഭാര്യയും ഒരു മകളും ഉണ്ട്. അവനും ഇതുപോലെ ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. പക്ഷെ അവർക്കിടയിൽ ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിരുന്നത്. അവളുടെ സ്വന്തം അമ്മ മരിച്ച ശേഷം അച്ഛൻ രണ്ടാമത് കെട്ടി. ആ രണ്ടാനമ്മയുടെ സഹിക്കവയ്യാതെ ഇരിക്കുന്ന സമയത്താണ് സുമേഷ് ആ നാട്ടിൽ കൂലിപ്പണിക്ക് പോകുന്നത്. അങ്ങനെ എപ്പോഴോ അവൻ അവളെ കണ്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാനമ്മയുടെ കുത്തുവാക്കും അവരിവളെ പറയുന്ന ചീത്തകളും ഒക്കെ കേട്ട് അവൻ ആദ്യം ആ പെൺകുട്ടിയോട് ഒരു കരുണ തോന്നി. പിന്നെ പിന്നെ പതിയെ അത് ഒരു പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ സുമേഷിനൊപ്പം ഇറങ്ങി തിരിച്ചു. ഇപ്പോൾ അവർക്ക് 2 വയസ്സുള്ള ഒരു മകൻ കൂടിയുണ്ട്. രാഹുൽ ആ ഇറയത്തേക്ക് ചെന്നിരുന്നതും 2 വയസ്സുകാരി അനന്യ പിച്ച നടന്ന് അവന്റെ അടുത്തേക്ക് വന്നു. രാഹുൽ മാമ. ആ കുഞ്ഞി പെണ്ണ് കുഞ്ഞിളം ചുണ്ടുകൾ കൊണ്ട് മെല്ലെ വിളിച്ചു. രാഹുൽ ആ കുഞ്ഞിനെ എടുത്ത് മടിയിലേക്ക് വെച്ച് കൊഞ്ചിച്ചു. അപ്പോഴേക്കും സുമേഷിന്റെ ഭാര്യ ശ്രീദേവി 2 ഗ്ലാസ്സിൽ കട്ടനുമായി അവിടേക്ക് ഇറങ്ങി വന്നു. സുഖമല്ലേ ദേവി? രാഹുൽ അവളെ കണ്ട മാത്രമേ ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നു രാഹുലെ. ഗംഗ എന്തു പറയുന്നു? പെട്ടെന്ന് ശ്രീദേവി അത് ചോദിച്ചതും രാഹുൽ അല്പം പതറി. ഗംഗ വീട്ടിലുണ്ട്. ഒരു ദിവസം ഗംഗയും കൂട്ടി ഇങ്ങോട്ടേക്കൊന്ന് വരൂ. ഞങ്ങളും ഇതുവരെ നേരി കണ്ടിട്ടില്ലല്ലോ നിന്റെ ഗംഗയെ. അതിനെന്താ ദേവി, ഞാനൊരു ദിവസം വരാം. രാഹുൽ പറഞ്ഞു. നീ മോളെയും കൊണ്ട് അകത്തേക്ക് ചെന്നേ, ഞങ്ങൾ ഇത്തിരി സംസാരിക്കട്ടെ. സുമേഷ് അത് പറഞ്ഞപ്പോൾ ചിരിയോടെ മോളെയും എടുത്തുകൊണ്ട് ശ്രീദേവി അകത്തേക്ക് പോയി. എന്നാലും രാഹുലെ, നീ ആ പെണ്ണിനെ കൈ വെക്കണ്ടായിരുന്നടാ. അത് മോശമായി പോയി. ഒന്നുമില്ലേലും നിന്റെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഇറങ്ങി വന്നതല്ലേ. പിന്നെ ഇപ്പോൾ അവൾ കാണിക്കുന്ന ഈ ദേഷ്യമൊക്കെ അത്രയും വലിയ സാഹചര്യത്തിൽ നിന്ന് വന്ന കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ആ സമയത്ത് അവൾക്കൊരു സപ്പോർട്ടായിട്ട് നീയല്ലേ നിൽക്കേണ്ടത്. അതിനു പകരം നീ കൂടി ഇങ്ങനെ തുടങ്ങിയാൽ അവൾക്ക് ആ വീട്ടിൽ ആരാ പിന്നെ ഉള്ളത്? സുമേഷ് പറയുന്ന കാര്യങ്ങളെല്ലാം രാഹുലിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നീ ഇന്ന് ഗംഗയെ തല്ലിയതിന് അവളോട് മാപ്പ് ചോദിക്കണം. അറിയാതെ ആണെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചത് ഒരു വലിയ തെറ്റാണ്. ഇനി മേലിൽ ഇതൊന്നും ആവർത്തിക്കുകയും ചെയ്യരുത്, കേട്ടല്ലോ? സുമേഷ് അല്പം കർക്കശമായി തന്നെ രാഹുലിനെ ഉപദേശിച്ചു. ഒന്നും മിണ്ടാതെ മറുപടിയായി തല കുലുക്കിയത് മാത്രമേ ഉള്ളൂ രാഹുൽ. അതൊക്കെ പോട്ടെ, നീ എന്തിനാ അത്യാവശ്യമായി പണം വേണമെന്ന് പറഞ്ഞത്? എടാ, വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഇതുവരെ താലിയൊന്നും കെട്ടിയിട്ടില്ലല്ലോ. അമ്മയും മാമിയൊക്കെ പറയുന്നത് ക്ഷേത്രത്തിൽ പോയി അവളുടെ കഴുത്തിൽ ഒരു താലി കെട്ടി കൊടുക്കണമെന്നാ. പിന്നെ വിവാഹപ്രായം എത്തിയൊരു ചേച്ചിയില്ലേ, അവളുടെ ജീവിതം കൂടി ഞാനായിട്ട് ഇല്ലാതാക്കരുതല്ലോ. അതൊക്കെ പറഞ്ഞപ്പോൾ ഞാനും കരുതി അതാ നല്ലതെന്ന്. സുമേഷേ, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിനക്കൊരു ചിട്ടി കിട്ടിയെന്ന്. എടാ, തൽക്കാലത്തേക്ക് നീ എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കാമോ? ഞാൻ എങ്ങനെയെങ്കിലും ഒരു 6 മാസത്തിനുള്ളിൽ ആ പണം നിനക്ക് തിരികെ തരാം. ഞാനൊരു ജോലി അന്വേഷിക്കുന്നുണ്ട്. അത് ശരിയായ പറ്റുന്നത് പോലെ ഞാൻ പണം തിരികെ തരാം. ശരി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്കൊരാവശ്യം വന്നാൽ പിന്നെ ഞാനല്ലാതെ മറ്റാരാ സഹായിക്കാനുള്ളത്?
നിനക്ക് എത്രയാ വേണ്ടത്? എൻ്റെ കയ്യിൽ ഒരു 1,50,000 രൂപ ഇരിപ്പുണ്ട്. സുമേഷ് അത് പറഞ്ഞതും രാഹുൽ അല്പനേരം ആലോചനയോടെ ഒന്ന് നെറ്റി തടവി. നീ എനിക്കൊരു 1,00,000 രൂപ തരാവോ? ഗംഗയ്ക്കൊരു മാലയും കുഞ്ഞൊരു താലിയും വാങ്ങണം. അതിനെന്താടാ, തരാം. പൈസ ബാങ്കിലാണ് കിടക്കുന്നത്. ഞാൻ ദേവിയോട് പറയട്ടെ. നമുക്കിപ്പം തന്നെ ബാങ്കിലേക്ക് പോകാം. സുമേഷ് പറഞ്ഞത് പ്രകാരം അവരിരുവരും നേരെ ബാങ്കിലേക്ക് പോയി പണമെടുത്തു. അതിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ജ്വല്ലറി കയറി 1 പവന്റെ മാലയും 1/2 ഗ്രാമിന്റെ കുഞ്ഞു താലിയും വാങ്ങി. രാഹുലിന്റെ കയ്യിലും കുറച്ച് പണം മിച്ചമുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്താണ് അത്രയും വാങ്ങിയത്. വാങ്ങിയ സാധനം ഇട്ടിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് രാഹുൽ ഒന്ന് സുമേഷിനെ കെട്ടിപ്പിടിച്ചു. നമുക്കിടയിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ രാഹുലെ? നീ എന്നെ നന്ദി പറഞ്ഞ് അന്യനാക്കരുത്, കേട്ടല്ലോ? സുമേഷ് അത് പറഞ്ഞതും രാഹുൽ പുഞ്ചിരിയോടെ അവനെ ഒന്ന് നോക്കിയ ശേഷം ബൈക്കുമെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. അതേസമയം ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉഷയുടെ അരികിൽ നിൽക്കുകയാണ് രമ്യ. അമ്മേ, ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഇനി ആകെ 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അതാ മോളെ ഞാനും ആലോചിക്കുന്നത്. എന്ത് ചെയ്യൂന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വിവാഹത്തിന് ക്ഷണിച്ച അതിഥികൾക്ക് 1 ഇല ചോറെങ്കിലും കൊടുക്കണ്ടേ? അതിനും വേണം പണം. 30 പേരല്ലേ? അതുകൊണ്ട് വീട്ടിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തായാലും നടക്കില്ല. അതൊന്നും അല്ലമ്മേ, ഞാനിപ്പോ ചിന്തിക്കുന്നതേ, ഗംഗയ്ക്ക് കഴുത്തിലിടാന് ആ കുഞ്ഞുമാല അല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. വരുന്നവരൊക്കെ എന്തേലും ചോദിക്കില്ലേ? രമ്യ ആലോചനയോടെ പറഞ്ഞപ്പോഴാണ് ഉഷയും അതേക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാലും അമ്മേ, ഗംഗയുടെ വീട്ടുകാർ പറഞ്ഞത് അവൾക്ക് വേണ്ടി അവർ വിവാഹത്തിന് വാങ്ങിവെച്ച 50 പവനും കൊണ്ടാണ് ഗംഗ രാഹുലിനൊപ്പം ഇറങ്ങി തിരിച്ചതെന്നല്ലേ? കഴിഞ്ഞ ദിവസം മാമി ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് കേട്ടു അവളുടെ കയ്യിൽ സ്വർണ്ണമൊന്നും ഇല്ലെന്ന്. എന്നാലും 50 പവൻ സ്വർണ്ണം അവർ എന്ത് ചെയ്ത് കാണും? ആ, എനിക്കെങ്ങനെ അറിയാം? അതൊക്കെ വിറ്റിട്ടായിരിക്കും കുറച്ചു ദിവസം മൂന്നാറിൽ അടിച്ചുപൊളിച്ച് നടന്നത്. അല്ലാതെ ഞാനിപ്പോൾ എന്തു പറയാനാ രമ്യ? അമ്മേ, ഞാനെങ്കിൽ ടൗണിൽ പോയി ഇമിറ്റേഷന്റെ 2 മാലയും 2-3 വളയും മേടിച്ചിട്ട് വരട്ടെ, ഗംഗയ്ക്ക് വിവാഹത്തിനിടാൻ. രമ്യ ചോദിച്ചപ്പോൾ ഉഷ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ ചിന്തകളെ മുഴുകി അങ്ങനെയിരുന്നു. രമ്യ, നിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല അല്പം കൂടി വലുതല്ലേ? തൽക്കാലം ഗംഗയ്ക്ക് അവളുടെ താലിയിടാന് നീ ആ മാല ഊരി കൊടുക്കാവോ? ഉഷ ചിന്തകൾക്കൊടുവിൽ രമ്യോട് ചോദിച്ചു. അതിനെന്താമ്മേ, ഞാൻ കൊടുക്കാം. അത് കേട്ടുകൊണ്ടാണ് രാഹുൽ അകത്തേക്ക് വന്നത്. നോക്ക്, അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ഞാനാണെങ്കിൽ അവൾക്ക് വേണ്ടി ഇത്തിരി പൊന്നി വാങ്ങാനുള്ള നിവൃത്തിയും എനിക്കുണ്ട്. ഇനി എന്റെ ഭാര്യയ്ക്ക് കെട്ടുതാലി ഇടാൻ വേണ്ടി ആരും ഇവിടെ കഴുത്തിൽ കിടക്കുന്നൊന്നും ഊരാൻ നിൽക്കണ്ട, കേട്ടല്ലോ? രാഹുൽ അല്പം കർക്കശമായി അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഉഷയുടെ വിളി വന്നു. രാഹുലേ, നീ എന്തോ മുന്നിൽ കണ്ടുകൊണ്ടായി പറയുന്നത്? ഇനി 2-3 ദിവസം കൂടിയേ ബാക്കിയുള്ള വിവാഹത്തിന്. അവൻ പോക്കറ്റിൽ കിടന്ന ഒരു കുഞ്ഞു ബോക്സ് എടുത്ത് ഉഷയ്ക്ക് നേർക്ക് നീട്ടി. അവരത് മെല്ലെ തുറന്നു. പിങ്ക് കളറിലെ വർണ്ണക്കടലാസി പൊതിഞ്ഞ് പൊന്നിന്റെ ഒരു മാലയും ഒരു കുഞ്ഞു താലിയും. ഉഷയ്ക്ക് അതിന്റെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല. അവരതെടുത്ത് ഉള്ളം കൈയിലേക്ക് വെച്ച് മുകളിലേക്കും താഴേക്കും ആട്ടി ഭാരം നോക്കി. 1 പവൻ ഉണ്ടോ രാഹുൽ ഇത്? ഉണ്ട്. നീ ഇത് എവിടുന്ന് വാങ്ങി? ഇത് വാങ്ങാനുള്ള പണം നിന്റെ കയ്യിലുണ്ടായിരുന്നോ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഞാൻ വിചാരിച്ചാലും ഇതൊക്കെ നടക്കൂന്ന് നിനക്കിപ്പം മനസ്സിലായില്ലേ? ഇനി എനിക്ക് 2 പറയാനുള്ളത് അവളോടാ. അതും പറഞ്ഞുകൊണ്ട് രാഹുൽ വീണ്ടും തിരിഞ്ഞു നടന്നതും ഉഷ പെട്ടെന്ന് എന്ന് അവന്റെ കൈക്ക് പിടിച്ചു നിർത്തി. മോനെ, ഇനി ആ കൊച്ചിനെ ഉപദ്രവിക്കരുത്. അതിനിപ്പം തന്നെ നിവർന്ന് നിൽക്കാൻ വയ്യ. നീ രാവിലെ അടിച്ച കവളൊക്കെ ഇതാ തിണിർത്ത് വീർത്ത് നീര് വെച്ചിരിക്കുവാണ്. നീ ഇപ്പൊ പറഞ്ഞല്ലോ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ നിനക്ക് പോറ്റാൻ അറിയാന്ന്. എടാ, പെണ്ണുങ്ങളെ തല്ലിച്ചതച്ചിട്ടല്ല അവരെ പോറ്റുന്നത്. അതാണത്തമല്ല മോനെ, ഉഷ പറഞ്ഞു. എവിടെയൊക്കെയോ രാഹുലിനും കൊണ്ട് അവൻ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച വെറും നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന ഗംഗയാണ്. ഒരു നിമിഷം അവനും വല്ലാത്തൊരു മാനസിക വേദന തോന്നി. നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൻ മെല്ലെ ഗംഗയുടെ കയ്യിൽ തട്ടി വിളിച്ചു. ഗംഗെ, എഴുന്നേറ്റ്. പെട്ടെന്ന് രാഹുലിനെ മുന്നിൽ കണ്ടതും ഗംഗ ഞെട്ടലോടെ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റു നിലത്ത് തന്നെ ഇരുന്നു. അവൻ അവളുടെ മുഖത്തിന് നേർക്ക് കൈനീട്ടി എന്തോ പറയാനാഞ്ഞതും ഗംഗ ഇരുന്നുകൊണ്ട് തന്നെ നിലത്തുകൂടി പിന്നോട്ട് നിരങ്ങി നീങ്ങി. പതിയെ ഭിത്തിയിൽ തട്ടിയപ്പോൾ അവൾ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. നോക്ക്, ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. പിന്നെ നിന്റെ വായിൽ നിന്ന് വീണ ചില വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം ഉണ്ടാക്കി. അതുകൊണ്ട് അറിയാതെ പറ്റിപ്പോയതാ. സോറി. അത്രയും പറഞ്ഞ് തിരിച്ചൊന്നും പറയാതെ രാഹുൽ മുറിവിട്ടിറങ്ങിപ്പോയി. പക്ഷെ അവന്റെ ആ മാപ്പപേക്ഷയൊന്നും ചെവിക്കൊള്ളാൻ നിന്നില്ല ഗംഗ. അവളുടെ മനസ്സിൽ അവനോട് തീർത്താ തീരാത്ത ദേഷ്യമായിരുന്നു.
അത് മറ്റൊന്നും കൊണ്ടല്ല, അമ്മയുടെയും മാമിയുടെയും അനിയത്തിയുടെയും മുമ്പിലിട്ട് തന്നെ തല്ലി ചതച്ചു. നാണം കെടുത്തി. ഗംഗയുടെ മനസ്സ് പുകഞ്ഞു. അപ്പോഴാണ് രമ്യ മുറിയിലേക്ക് വന്നത്. പെട്ടെന്ന് രമ്യ അവിടെ കണ്ടതും ഗംഗ മുഖം തുടച്ചുകൊണ്ട് പതിയെ നിലത്തൂന്ന് എണീറ്റു. ഗംഗ, എന്താ നിന്റെ ഉദ്ദേശം? മര്യാദയ്ക്കൊന്ന് ആഹാരം കഴിച്ചേ? അതോ നീ ഇങ്ങനെ പട്ടിണിയായിട്ടിരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഗംഗ മറുത്തൊന്നും പറയാതെ രമ്യയ്ക്കൊപ്പം അടുക്കളയിലേക്ക് ചെന്നു. ഗംഗയ്ക്ക് വല്ലാത്ത വിശപ്പ് തോന്നുന്നുണ്ടായിരുന്നു. അന്ന് മീൻകറിയും കാബേജ് തോരനും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഊണിന്. താനിയും വീട്ടിൽ വന്ന ശേഷം ആദ്യമായിട്ടാണ് 2 കറികൾ ഒന്നിച്ചു വെക്കുന്നത്. ഗംഗ അത്ഭുതത്തോടെ ഓർത്തു. ശേഷം കയ്യിലിരുന്ന പാത്രത്തിൽ നിന്നും ഒരു വറ്റുപോലും നിലത്തേക്ക് കളയാതെ എല്ലാം നുള്ളിപ്പെറുക്കി തിന്നു തീർത്തു. അല്പം കൂടി ചോറ് വേണോ ഗംഗെ? വേണ്ട ചേച്ചി, വയറ് നിറഞ്ഞു പറഞ്ഞുകൊണ്ട് ഗംഗ കഴിച്ചു കഴിഞ്ഞ പ്ലേറ്റ് എടുത്ത് കഴുകി സ്റ്റാൻഡിലേക്ക് വെച്ച് വീണ്ടും റൂമിലേക്ക് പോയി. രാഹുലിന്റെ മുറിയിലെ ഭിത്തിയിൽ തൂക്കിയിട്ട കൊച്ചു കണ്ണാടിയിലൂടി ഗംഗ തന്റെ അടികൊണ്ട കവിൾത്തടം നോക്കി. നേർത്ത ചുവപ്പ് കവിളിലൂടി പടർന്നിട്ടുണ്ട്. മുഖം നല്ല വെളുത്തതായതുകൊണ്ട് തന്നെ ആ പാട് കൃത്യമായി എടുത്തറിയാം. അറിയാതെ കവിളിലേക്ക് കൈവച്ചു. അവൾക്ക് വല്ലാതെ വേദനിച്ചു. വീണ്ടും കണ്ണിൽ നിന്നും കണ്ണീരടർന്ന് അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. മുന്നോട്ടുള്ള തന്റെ ജീവിതം എങ്ങനെയൊക്കെയായി തീരുമെന്ന ചിന്താഭാരത്തോടെ ഗംഗ ഭിത്തിയിലൂടെ ഊർന്ന് വെറും നിലത്തേക്ക് പടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സുശീല ഒന്നും രണ്ടും പറഞ്ഞ് ഗംഗയെ കുത്തിനോവിക്കാനൊന്നും വന്നില്ല. അത് ഗംഗയ്ക്കും ഒരു വല്ലാത്ത ആശ്വാസമായിരുന്നു. എന്നും 10 മണിക്ക് ശേഷം മാത്രം വീട്ടിലേക്ക് വരാറുള്ള രാഹുല് അന്ന് പതിവില്ലാതെ ഏകദേശം 7 മണിയായപ്പോൾ തന്നെ വീട്ടിൽ വന്നു. ഉഷയുടെയും രമ്യയുടെയും സുശീലയുടെയും എല്ലാവരുടെയും മുഖത്ത് അത്ഭുതം. ഗംഗ റൂമിലായതുകൊണ്ട് തന്നെ അവളതൊന്നും കണ്ടിരുന്നില്ല. അവന്റെ കയ്യിൽ 3-4 കവറുകളുണ്ട്. അവൻ ആ കവറുകളുമായി നേരെ അവരുടെ മുറിക്കകത്തേക്ക് കയറി. ആലോചനയോടെ ഇരിക്കുന്ന ഗംഗയൊന്ന് നോക്കിക്കൊണ്ട് ഒരു കവറ് അവൾക്ക് നേരെ നീട്ടി. ഇനി 3 ദിവസം കൂടിയല്ലേ ഉള്ളൂ വിവാഹത്തിന്. ഇത് നിനക്കിടാനുള്ളതാ. അവനത് പറഞ്ഞിട്ടും ഗംഗ അത് വാങ്ങിയില്ല. പകരം പുച്ഛത്തോടെ മുഖം ഒന്ന് കൂട്ടിക്കൊണ്ട് അവനെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞിരുന്നു. ഒടുവിൽ രാഹുൽ അത് കട്ടിലേക്ക് വെച്ചുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഹാളിലേക്ക് ചെന്ന രാഹുൽ രമ്യയെ വിളിച്ചു. രമ്യ ഇങ്ങു വന്നേ. രാഹുൽ വിളിച്ചതും ഉഷയ്ക്ക് പിന്നിൽ നിന്ന രമ്യ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്താടാ? ദാ, ഇത് നിനക്കുള്ളതാ. രാഹുൽ ഒരു കവറ് രമ്യയുടെ കയ്യിലേക്ക് കൊടുത്തതും അവളുടെ കണ്ണ് രണ്ടും തള്ളി വന്നു. ഈ നാളിനിടയ്ക്ക് ആദ്യമായിട്ടാണ് രാഹുലിന്റെ കൈകൊണ്ട് എന്തെങ്കിലും ഒന്ന് അവൾക്ക് കിട്ടുന്നത്. സാധാരണ അവൾ തുണി തയ്ച്ച് സ്വരുക്കൂട്ടി വെക്കുന്നത് കൂടി തട്ടിപ്പറിച്ചുകൊണ്ട് ഓടാറുള്ളവനാണവൻ. ആഹ്ലാദത്തോടെ അവൾ ആ കവർ തുറന്നു നോക്കി. അതിലൊരു ചുരിദാറായിരുന്നു. പിന്നീട് ഒരു കവറെടുത്ത് അവൻ ഉഷയ്ക്ക് നേരെ നീട്ടി. എന്താടാ ഇതില്? ഉഷ സന്തോഷത്തോടെ ചോദിച്ചു. അതെന്താണെന്ന് തുറന്നു നോക്കിയാൽ അറിയാലോ, അങ്ങോട്ട് നോക്ക്. പരുക്കനായ രാഹുലിന്റെ ശബ്ദം. ഉഷ ആ കവർ തുറന്നു. അതിലൊരു കോട്ടൺ സാരിയായിരുന്നു. ഇളം മഞ്ഞ നിറത്തിൽ ചുവപ്പ് പൂക്കൾ പ്രിന്റ് ചെയ്ത സാരി. വലിയ വിലയൊന്നുമില്ല, 650 രൂപയേ ഉള്ളൂ. രാഹുൽ പിന്നെയും പറഞ്ഞു. കയ്യിൽ ബാക്കി അവശേഷിച്ച കവർ അവൻ ശശിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നാ ഇത് മാമിക്ക്. കൈ നീട്ടി ആ കവർ വാങ്ങുമ്പോൾ സുശീലയുടെ മനസ്സ് നിറഞ്ഞുപോയി. രാഹുൽ നേരെ പുറത്തേക്ക് ഇറങ്ങി ചെന്നതും ഉഷ പിന്നാലെ ചെന്ന് അവനെ വിളിച്ചു. ഇനി നീ എവിടേക്കാ പോകുന്നത്? ഇത്രയും രാത്രിയായില്ലേ? ഞാനൊരു 1/2 മണിക്കൂറിനുള്ളിൽ വരാം. കൂട്ടുകാരപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉഷയൊന്നും പറഞ്ഞില്ല. എന്നാലും എൻ്റെ ഉഷയെ, പണിക്കര് പറഞ്ഞ കാര്യങ്ങൾ അച്ചിട്ടായി വരുവാ അല്ലേ? രാഹുൽ കൊടുത്ത കവറിലെ നേരിയതും മുണ്ടും അത് തുറന്നു നോക്കിക്കൊണ്ട് സുശീല പറഞ്ഞു. അതേ സമയത്താണ് പുറത്തേക്ക് പോകാനിറങ്ങി രാഹുൽ തിരികെ അകത്തേക്ക് കയറി വന്നത്. അവനെ കണ്ടതും സുശീല സംസാരം പാതിയെ നിർത്തി. എന്താടാ, നീ പോയില്ലേ? ഉഷ ചോദിച്ചു. അത് ഞാൻ എൻ്റെ ബൈക്കിൻ്റെ കീയ് ആ കട്ടിലിൽ വെച്ച് മറന്നു. അതെടുക്കാൻ വേണ്ടി വന്നതാ. നിലത്ത് ചടഞ്ഞുകൂടിയിരുന്ന ഗംഗയുടെ കണ്ണുകൾ എത്ര വേണ്ടെന്ന് വെച്ചിട്ടും രാഹുൽ വാങ്ങിക്കൊണ്ടുവന്ന ആ കവറിലേക്ക് നീണ്ടു. അവൻ പോയെന്നുറപ്പായതും അവൾ പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് ആ കവറെടുത്ത് മടിയിലേക്ക് വെച്ചു. ആ വലിയ കവറിനകത്തുള്ള ബ്രൗൺ കളറിലെ കവർ പൊട്ടിച്ചു. അതിലുണ്ടായിരുന്നത് ഒരു സെറ്റ് സാരിയായിരുന്നു. ഒപ്പം അവൾക്കതിനാവശ്യമുള്ള മറ്റെല്ലാ സാധനങ്ങളും ഉണ്ട്. ഗംഗയുടെ കണ്ണുകൾ വിടർന്നു. ആ സാരി എടുത്ത് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു ചിരിയോടെ ഇരിക്കുന്ന സമയത്താണ് രാഹുൽ മുറി തുറന്ന് അകത്തേക്ക് കയറി വന്നത്. പെട്ടെന്ന് രാഹുലിനെ കണ്ടതും ഗംഗ നെഞ്ചോടടുക്കി പിടിച്ച വസ്ത്രങ്ങൾ
കട്ടിലേക്ക് തന്നെ വെച്ച് മുഖത്ത് ഗൗരവം വരുത്തി അവനെ ശ്രദ്ധിക്കാത്തതുപോലെ ഇരുന്നു. കട്ടിലിന്റെ ഒരു കോണിൽ വെച്ചിരുന്ന കീയും എടുത്ത് രാഹുൽ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തിരികെ മുറ്റത്തേക്ക് നടക്കുമ്പോൾ ഏറെ നാളുകൾക്കിപ്പുറം രാഹുലിന്റെ മുഖത്തും ഒരു ചെറു ചിരി വിടർന്നു. ബൈക്കുമെടുത്ത് അവൻ നേരെ പോയത് കോളനിയുടെ റോഡ് അവസാനിക്കുന്നിടത്തേക്കാണ്. അവിടെ അവന്റെ 3-4 കൂട്ടുകാരുണ്ട്. അധികം വെളിച്ചമൊന്നും കിടക്കാത്ത ഒരു സ്ഥലമായിരുന്നത്. അവിടെയുള്ള ഒരു കലിങ്കിന് ചുറ്റും കൂട്ടം കൂടി നിൽക്കുകയാണ് എല്ലാവരും. പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ മദ്യം ഓരോരുത്തർക്കായി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒരുത്തിനതിൽ വെള്ളം ചേർത്ത് എല്ലാം മിക്സ് ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോഴാണ് രാഹുൽ വന്നത്. എന്താളിയാ, പെണ്ണ് കെട്ടിയതിന് ശേഷം നിന്നെ കാണാനേ ഇല്ലല്ലോ, ഒരുവൻ ചോദിച്ചു. ഏയ്, ഞാൻ കുറച്ച് തിരക്കിലായി പോയടാ. ഞങ്ങൾക്കറിയാം നിന്റെ തിരക്കൊക്കെ. ഒരുത്തന് അർത്ഥം വെച്ചെന്തോ പറഞ്ഞതും രാഹുൽ അത് അത്ര ഇഷ്ടപ്പെടാത്ത പോലെ നിന്നു. അതൊക്കെ പോട്ടളിയാ, നീ ഇത് പിടിക്ക്. അവന്റെ കൂട്ടുകാരൻ ജിത്തു ഒരു ഗ്ലാസ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്തോ രാഹുലിന് ആ നിമിഷം അത് വേണ്ടെന്ന് പറയാനാണ് തോന്നിയത്. എന്തുകൊണ്ടങ്ങനെ തോന്നിയെന്ന് ചോദിച്ചാൽ അവന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വേണ്ടളിയാ, ഞാനിന്ന് രാവിലെ അല്പം കഴിച്ചിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ടും കൂടി ആയാൽ ശരിയാവത്തില്ല. അങ്ങനെ പറഞ്ഞൊഴിയാനാണത്രേ രാഹുലിന് തോന്നിയത്. ഓ, അവൾ പറഞ്ഞായിരിക്കുമല്ലേ കൂട്ടുകൂടി വെള്ളം അടിക്കരുതെന്ന്. ഏയ്, അങ്ങനൊന്നുമില്ല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തി പറഞ്ഞാൽ രാഹുലിനെ മാറ്റിയെടുക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവുന്നതല്ലേ? അവൻ ചോദിച്ചു. നിങ്ങൾ അടിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. എൻ്റെ അമ്മ പറഞ്ഞു നിന്റെ വീട്ടിലെന്തോ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുവെന്ന്. രാഹുലിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പയ്യൻ രഞ്ജിത്ത് അവനോട് ചോദിച്ചു. ആ, ഞങ്ങൾ നിയമപരമായി ഒപ്പിട്ടെങ്കിലും താലിയൊന്നും കെട്ടിയിട്ടില്ലല്ലോ. അമ്മയൊക്കെ പറയുന്നത് ഒരു താലികെട്ട ചടങ്ങ് നടത്തണമെന്നാ. അതിൻ്റെ ഒരു ചെറിയ തയ്യാറെടുപ്പുണ്ട് വീട്ടിൽ. രാഹുൽ എങ്ങും തൊടാതെ പറഞ്ഞു. അളിയോ, അപ്പൊ ചെലവുണ്ടല്ലോ. കൂട്ടുകാരിൽ ഒരുവൻ പറഞ്ഞപ്പോൾ രാഹുൽ ഒന്ന് ചിരിച്ചു വിട്ടതേ ഉള്ളൂ. പിന്നെ ശരിടാ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാനെങ്കിൽ വീട്ടിലോട്ട് ചെല്ലട്ടെ. ഞാൻ കരുതി നിങ്ങൾ വിളിച്ചപ്പോൾ എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്നാ. ദാ ഈ നിൽക്കുന്ന രഞ്ജിത്ത് അതും പറഞ്ഞ് എന്നെ വിളിച്ചത്. അതുകൊണ്ടാ ഞാൻ ധൃതി വെച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. എടാ, ഒരരയെങ്കിലും കഴിച്ചിട്ട് പോടാ. വേണ്ടളിയാ, പിന്നെ ആവട്ടെ. അതും പറഞ്ഞുകൊണ്ട് രാഹുൽ വണ്ടി തിരിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നു. പോയി 10 മിനിറ്റിന് ശേഷം തന്നെ രാഹുൽ തിരികെ വന്നതും ഉഷയുടെ മുഖം വീണ്ടും വിടർന്നു. അവർക്ക് ആ സമയം ഓർമ്മ വന്നത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാഹുലിനോട് ദേഷ്യപ്പെടാനൊന്നും അവർക്ക് തോന്നിയില്ല. ചോറെടുക്കട്ടെ മോനെ, ഉഷ ചോദിച്ചതൊന്നും മൂളിക്കൊണ്ട് രാഹുൽ അകത്തേക്ക് കയറി. മുറിയിൽ അവൻ ഗംഗയെ തിരിഞ്ഞെങ്കിലും അവളവിടെ ഉണ്ടായിരുന്നില്ല. ഗംഗ രമ്യയോടെന്തോ വർത്തമാനം പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിൽക്കുമായിരുന്നപ്പോൾ രാഹുൽ ഹോളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ ഗംഗ ആഹാരം കഴിക്കാൻ ഹോളിലേക്ക് പോയില്ല. അവളൊരു പ്ലേറ്റിൽ ചോറും കറികളും എടുത്ത് അടുക്കളപ്പടിയിലേക്കിരുന്നു. എന്തൊക്കെയോ ആലോചനകളോടെ ചോറ് വാരി കഴിക്കുന്നവളെ ഉഷയൊന്ന് നോക്കി. പിന്നെ ഒരു ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്ത് അവൾക്ക് അടുത്തേക്ക് വെച്ചു. അടുത്തൊരു അനക്കം അറിഞ്ഞതും ഗംഗ മുഖം ഉയർത്തി നോക്കി. ഉഷ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹോളിലേക്ക് നടന്നു. ഗംഗ മറ്റൊന്നും ചിന്തിക്കാതെ ചോറ് കഴിക്കുന്നത് തുടർന്നു. കഴിച്ചു കഴിഞ്ഞ പാത്രമെല്ലാം കഴുകി വെച്ച് ഹാളിലേക്ക് അവൾ ചെല്ലുമ്പോൾ രാഹുൽ കിടക്കാനായി മുറിയിലേക്ക് കയറിപ്പോയിരുന്നു. അവനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഓർത്തപ്പോൾ ഗംഗയ്ക്കൊരു വല്ലായ്മ തോന്നി. ഒപ്പം ഇന്നലെ അവൻ പറഞ്ഞ പാമ്പിന്റെ കാര്യവും കൂടി ആയപ്പോൾ ഉള്ളിലൊരു വലിയ ഭയവും മുളപൊട്ടി. സത്യം പറഞ്ഞാല് പകലെല്ലാം ആ കാര്യം മറന്നിരിക്കുമായിരുന്നു. ഇപ്പൊ ഇരുട്ട് കണ്ടപ്പോൾ ഒരു വല്ലായ്മ. ഗംഗ മടിച്ചു മടിച്ച് റൂമിലേക്ക് കയറി ചെന്നു. രാഹുൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോണിൽ എന്തോ നോക്കുകയാണ്. വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ട ശേഷം ഗംഗയുടെ കണ്ണുകൾ നാലുപാടം തെറിഞ്ഞു. അവൾ കുനിഞ്ഞിരുന്ന് കട്ടിലിന്റെ അടിയിലേക്കും മുറിയുടെ കോണുകളിലേക്കും ഒക്കെ നോക്കുന്നത് രാഹുൽ ഒരു സംശയത്തോടെ നോക്കി. നീ എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എങ്കിൽ പിന്നെ അവിടെ നിന്ന് താളം ചവിട്ടാതെ വേഗം കിടക്കാൻ നോക്കും. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും. ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. അവൻ പറയുന്നത് കേട്ടിട്ട് കേൾക്കാത്തതുപോലെ ഗംഗയുടെ കണ്ണുകൾ പിന്നെയും അവിടെ ആകെ എന്തിനെയോ തിരിഞ്ഞുകൊണ്ടിരുന്നു. നിന്റെ എന്തേലും കാണാതെ പോയോ? നീ എന്തോ കോപ്പാ നോക്കുന്നത്? വാതുറന്ന് അതെങ്കിലും ഒന്ന് പറ. കുറെ നേരായിട്ട് അവളൊന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് രാഹുലിന് ദേഷ്യം വന്നു. അത് പിന്നെ നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞത് ഇവിടെ പാമ്പുണ്ടെന്ന്, പാമ്പിനെ തല്ലി കൊന്നിട്ടുണ്ടെന്നൊക്കെ. ഗംഗ പെട്ടെന്നത് പറഞ്ഞതും രാഹുലിന്റെ ചുണ്ടിൽ ഒരു ചിരി പൊട്ടി. അവനത് അവൾ കാണാതെ മറച്ചു പിടിച്ചു. ആ, ഞാൻ പറഞ്ഞിരുന്നു. അതിനിപ്പോ എന്താ? അതിനിപ്പോ ഒന്നുമില്ല. അവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവൻ പതിയെ കട്ടിൽ നിന്നും അല്പം സൈഡിലേക്ക് നീങ്ങിക്കൊണ്ട്
അവൾക്ക് കൂടി കിടക്കാനായി ഒരിടം ഒഴിച്ചിട്ടു. ഗംഗ പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. വേഗം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കട്ടിലേക്ക് കയറി കിടന്നു. ഇരുവരും മുഖാമുഖം നോക്കാതെ തിരിഞ്ഞു കിടന്നു. കുറച്ചുനേരം എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയ ഗംഗ കുറച്ചു ദിവസം കൂടി കട്ടിലിൽ കിടന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. മറുപുറത്ത് അപ്പോഴും രാഹുൽ ഉറങ്ങിയിരുന്നില്ല. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറഞ്ഞു പോണേ.